ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ തന്നെ രാവിലെ 10 മിനിറ്റ് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു മുരിഞ്ഞ ദോശയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും അതുപോലെ തന്നെ നമ്മൾ തലേദിവസം അരിയൊക്കെ അരയ്ക്കാനേ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് 10 മിനിറ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ 1 കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന സാധാരണ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയൊന്നും അല്ല കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ അരി എടുത്ത അതേ കപ്പിൽ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതും കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ചോറാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ മട്ട അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. വെളുത്ത ചോറാണെങ്കിലും ഈ ചുമന്ന അരിയുടെ ചോറാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ്. നമ്മുടെ ദോശയ്ക്കൊരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. അപ്പോൾ അത് തൈരിൻ്റെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അരയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ കണക്കിന് തന്നെ നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ആദ്യം ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ അരയ്ക്കരുത്. കുറേശ്ശെ വെള്ളം ഇളക്കി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ ബാച്ചായിട്ട് തന്നെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിൽ കൂടിയ അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1-2 ബാച്ചായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. നമ്മുടെ ആ ദോശമാവിൻ്റെ ആ ഒരു അളവിൽ വേണം നമ്മൾ വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതേ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല. നമ്മൾ മാവ് തയ്യാറാക്കിയ അപ്പം തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടീസ്പൂണിലും താഴെ ബേക്കിംഗ് സോഡയാണ്. വളരെ കുറച്ച് മാത്രം മതി. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതെങ്ങും കട്ട പിടിച്ചൊന്നും ഇരിക്കരുത്. ആ ഒരു കണക്കിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മാവിൽ നിന്നും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കനം കുറച്ച് ഞാനൊന്ന് നിരത്തിയെടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ആ പാനിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാവ് ഒഴിക്കാവൂ. ആദ്യം നമ്മൾ എണ്ണയൊന്നും ഒഴിക്കരുത്. എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഒരുപാട് തീയും കൂട്ടിയിടരുത്. മാവ് ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കോട്ട് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം ഈ ദോശയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ദോശയുടെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായിട്ട് വരും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ ആ ദോശയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതിനകത്തേക്ക് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മസാല ദോശ പോലെയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, എത്ര സൂപ്പറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ അരച്ചെടുക്കുന്ന അതേ ദോശ പോലെ തന്നെയുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓരോ തവണയും നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ വെള്ളം തളിച്ചു കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ.
നേരത്തെ ചെയ്തതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറൊക്കെ വന്നപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീ വളരെ കുറച്ച് മാത്രമേ ഇടാവൂ, അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ വളരെ ചെറുതായിട്ട് തന്നെ ഈ രീതിയിൽ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. നിറയെ ഹോൾസൊക്കെ വീണ് നല്ല സൂപ്പറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ്ട് ഒരു വശം ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിലുള്ള ദോശയായാലും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ദോശ കഴിക്കുന്ന ഏത് കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പറാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതാ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നല്ല മുരിഞ്ഞ ദോശയാണ്. ഇതിൻ്റെ പുറമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നമുക്ക് രാവിലെ എന്നല്ല, നമുക്ക് ഉച്ചയ്ക്കായാലും അതേപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.